Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി നഗരസഭയിൽ വമ്പൻ ട്വിസ്റ്റ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും കോൺഗ്രസിന് നഷ്ടമായി. പ്രതിപക്ഷ നേതാവ് കൂടിയായ ടി.വൈ. ഏലിയാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അധികാര വീതം വയ്പും അതേ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങളും അങ്കമാലിയിൽ കോൺഗ്രസിന് വീണ്ടും വിനയായി. ദിവസങ്ങൾ നീണ്ട പടലപ്പിണക്കങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വൈസ് ചെയർപേഴ്സൺ റീത്ത പോളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, ലിസി പോളി, സാജു നെടുങ്ങാടൻ എന്നിവരും രാജിവെച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വെള്ളിയാഴ്ച രാവിലെ 10:30 നടന്നത്. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിശ്ചയിക്കപ്പെട്ട ഷൈനി മാർട്ടിൻ എത്തിയില്ല. നഗരസഭാ കാര്യാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും ബാസ്റ്റിൻ ഡി പാറയ്ക്കലും പോൾ ജോവറും വരണാധികാരിക്ക് മുൻപിൽ ഹാജരായതുമില്ല. ഇതോടെ ടി.വൈ. ഏലിയാസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപനമുണ്ടായി. നേരത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും കോൺഗ്രസിന് നഷ്ടമായിരുന്നു. പ്രതിപക്ഷ കൌൺസിലർമാരും CPM ഏരിയ കമ്മിറ്റിയും ടി.വൈ. ഏലിയാസിനെ അനുമോദിച്ചു. നഗരസഭാ ചെയർമാന്റെ ഏകാധിപത്യ ഭരണത്തോടുള്ള പ്രതിഷേധമാണ് ഭരണകക്ഷിയിൽ തന്നെയുള്ള കൌൺസിലർമാരുടെ വോട്ടെടുപ്പ് ബഹിഷ്കരണത്തിന് പിന്നിലുള്ളതെന്ന് CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഷിബു പറഞ്ഞു. അങ്കമാലി നഗരസഭയിൽ ഒരു അട്ടിമറി വിജയം LDF നേടിയിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിലവിൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ടി.വൈ. ഏലിയാസ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏലിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3-3.5 വർഷക്കാലമായിട്ടുള്ള നഗരസഭയുടെ ഭരണം ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണെന്ന് അങ്കമാലിയിലെ 30 വാർഡുകളിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇന്നത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷനിൽ ആ ഇലക്ഷനിൽ പിന്നെ 2 പേരാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഭരണപക്ഷത്തിന് 3 പേരുണ്ട്. ആ 3 പേരും ഇന്ന് കമ്മിറ്റി ബഹിഷ്കരിച്ചു, ഇലക്ഷൻ ബഹിഷ്കരിച്ചു. അത് ഇന്ന് നിലവിലുള്ള ചെയർമാനോടും അതോടൊപ്പം തന്നെ ഭരണസമിതിയോടുള്ള എതിർപ്പിൻ്റെ കൂടി ഒരു പ്രകടിത രൂപമായിട്ടാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അവർ വിട്ടുനിന്നെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കേവലമായി വിട്ടുനിൽക്കലല്ല, അതൊരു പ്രതിഷേധത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം അങ്കമാലി നഗരസഭ ഇപ്പോൾ അഴിമതിയുടെയും അതോടൊപ്പം തന്നെ കുത്തഴിഞ്ഞ പുസ്തകവും പോലെ ആർക്കും എന്തും ചെയ്യാവുന്ന നിലവിലാണ് അങ്കമാലി നഗരസഭയുടെ പോക്കെന്ന് എല്ലാ മനുഷ്യർക്കും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നഗരസഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. മുൻ ഇടതുപക്ഷ ഭരണസമിതി കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെയുള്ള ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി എല്ലാം തന്നെ നിർവഹിച്ച് ലഭിച്ചിരിക്കുന്ന വീട് നിർമ്മാണം തുടങ്ങാൻ വേണ്ടി പല വാർഡുകളും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഫ്ലാറ്റ് നിർമ്മാണം അത് പാതി വഴിയിൽ നിലച്ച മട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് പോലും യഥാസമയം ഓരോ വികസന മേഖലയ്ക്കകത്തും പ്രയോജനപ്പെടുത്തി നമ്മുടെ നാടിനെ ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഭരണസമിതി തമ്മിൽ പോരും, അതോടൊപ്പം തന്നെ തമ്മിലുള്ള പോരും പ്രശ്നങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. തോന്നിയ പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ചെയർമാൻ കൗൺസിൽ കൂടി പോലും ആലോചിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്, ചില ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചില തുടങ്ങി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ ചെയർമാൻ്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മറുഭാഗത്ത് അവർ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 2-3 ഗ്രൂപ്പ് നിലയ്ക്കാണ് ഇപ്പോൾ നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് തന്നെ അങ്കമാലി നഗരസഭയ്ക്കകത്ത് നിലവിലുള്ള ചെയർമാനടക്കം അവിശ്വാസം നിലയ്ക്ക് വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിനകത്ത് നമ്മളെ ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ വാർഡിലെയും അതോടൊപ്പം തന്നെ നഗരസഭയിലെയും
പൊതുവായി നയിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനും അതോടൊപ്പം വികസന പ്രവർത്തനം നടത്തുവാനും ഗവൺമെൻറ് ലഭ്യമാകുന്ന ഫണ്ട് നന്നായി ചെലവഴിക്കാനും തനത് ഫണ്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് പിരിച്ചെടുക്കേണ്ട റവന്യൂ വരുമാനം നന്നായി കണ്ടെത്താനും അതിലൂടെ നമ്മുടെ നാടിനെ കൂടുതൽ മുന്നേറ്റത്തിലേക്ക് കുതിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി. ഏകാധിപത്യ ശൈലി ചെയർമാൻ്റെ നമ്മൾ നിരവധി മാസങ്ങളായി വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള വിജയം ഒരു അട്ടിമറി വിജയം എന്നതിലുപരിയായി ഭരണപക്ഷത്തുള്ള കൗൺസിലർമാരുടെ പ്രതിഷേധമാണ്. ചെയർമാനുള്ള പ്രതിഷേധം, ഭരണസമിതിയുള്ള പ്രതിഷേധം, MP-ക്കും MLA-ക്കും എതിരെയുള്ള പ്രതിഷേധം നിലയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ നിർണായകമായ പാർലമെന്റ് ഇലക്ഷൻ്റെ ഈ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. ചാലക്കുടി മണ്ഡലത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രൊഫസർ C. രവീന്ദ്രനാഥ് വിജയിക്കുന്നതിൻ്റെ സൂചനയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലവരായിട്ടുള്ള എല്ലാ കോൺഗ്രസ് സുഹൃത്തുക്കളും മതനിരപേക്ഷവാദികളും ഇടതുപക്ഷത്തേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ അങ്കമാലിക്കകത്ത് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ടാകുന്ന മാറ്റം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഖാവ് TV ഏലിയാസിനെ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാനായ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അങ്കമാലി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാം ഇവിടെ അറിയിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പരിപാടി നിലയ്ക്ക് ഈ സംഘടിപ്പിച്ചിട്ടുള്ള അനുമോദനം നിലയ്ക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സഖാവ് ഏലിയാസിന് അഭിനന്ദനം അർപ്പിക്കുകയാണ്. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത എന്നിവയ്ക്ക് എതിരായ വിധിയെഴുത്തായി ഇതിനെ കാണുകയാണെന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച TY ഏലിയാസ് പറഞ്ഞു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരം അങ്കമാലി നഗരസഭയിലെ നഗരസഭാ വൈസ് ചെയർപേഴ്സണും വികസനകാര്യം, ക്ഷേമം, ആരോഗ്യം തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു. ഇന്ന് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഏറ്റവും ആദ്യം നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ 3 പേരും ഇടതുപക്ഷത്തിന്റെ 2 കൗൺസിലർമാരുമാണ് ആ കമ്മിറ്റിയിലുള്ളത്. 10:30 വരണാധികാരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 10:40 വരെ വരണാധികാരികൾ കാത്തിരുന്നിട്ടും UDF-ലെ 3 കൗൺസിലർമാരും ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു. തുടർന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ അജീത കൗൺസിലറെ പിന്തുണയോടുകൂടി എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ കഴിഞ്ഞ 3 വർഷക്കാലമായി കോൺഗ്രസ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ നേരത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മുൻ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിച്ച പല പദ്ധതികളെയും അട്ടിമറിക്കത്തക്ക തരത്തിലുള്ള സമീപനമാണ് ഈ ഭരണസമിതി കാഴ്ചവെക്കുന്നത്. ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭരണം എന്നുള്ള നിലയിൽ അങ്കമാലി ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയും. 3 കോൺഗ്രസ് കൗൺസിലർമാരും ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. 3 പേരും കോൺഗ്രസിന്റെ 3 കൗൺസിലർമാരും ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ആ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു നിലയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാവരുടെയും പിന്തുണ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരായ മാർട്ടിൻ B. മുണ്ടാടൻ, വിൽസൺ മുണ്ടാടൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു. അങ്കമാലി നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നു കഴിഞ്ഞത്. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പുകൾ, ഇനി 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൂടി ഇന്ന് നടക്കാനിരിക്കെ അങ്കമാലി നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 3 കൗൺസിലർമാരും ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നടക്കുന്ന ഭരണത്തോടുള്ള വളരെ വലിയ വിവേചനമാണ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ ഭരണത്തോടുള്ള, ഭരണപക്ഷത്ത് പോലുമുള്ള ചെയർമാനോടുള്ള എതിർപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത TY ഏലിയാസിന്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട TY ഏലിയാസിന് മുഴുവൻ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അങ്കമാലി നഗരസഭയുടെ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുവാനായിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. UDF-ന്റെ 3 അംഗങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. പരിണിതഫലമായി ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ ശ്രീ TY ഏലിയാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ
3.5 വർഷക്കാലമായി അങ്കമാലി നഗരസഭയ്ക്കകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഏകാധിപത്യപരമായ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചെയർമാന്റെ ദാർഷ്ട്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ ഉള്ള പ്രതിഷേധമായിട്ടാണ് UDFിലെ 3 കൗൺസിലർമാരുടെ ഈ വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഞങ്ങൾക്ക് നോക്കിക്കാണുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.